യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചുവെന്ന് സൂചന. ദേശീയ നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറിയെന്ന് ആണ് വിവരം. അമൽ തേനമ്പറമ്പിൽ ചേർന്നു വിശദവിവരങ്ങളുമായി. അമൽ, ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു രാജിവെച്ച് പിന്മാറണമെന്ന്. രാജിക്കത്ത് കൈമാറിയെന്നാണല്ലോ ലഭ്യമാകുന്ന വിവരം. ഇതിൽ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഒരു ആരോപണം, അതിന് പിന്നാലെ ഇന്ന് തുടർച്ചയായി വന്ന ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ചാറ്റുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, ഇതെല്ലാം പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതിൻ്റെ എല്ലാം ഒടുവിൽ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഇക്കാര്യം സ്ഥിരീകരിക്കും. നിലവിൽ ദേശീയ നേതൃത്വത്തിന് കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിക്ക് രാഹുൽ രാജിക്കത്ത് കൈമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് ദേശീയ അധ്യക്ഷന് കൈമാറേണ്ടതുണ്ട്. അവർ ബീഹാറിലാണ്. സംസ്ഥാന അധ്യക്ഷനും കേരളത്തിൽ നിന്നുള്ള ദേശീയ ജനറൽ സെക്രട്ടറിമാരും എല്ലാം ബീഹാറിലുണ്ട്. അപ്പോൾ അവിടെ നിന്നുമായിരിക്കും ഇനിയിപ്പോൾ പകരം ആരെ എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുക. പക്ഷേ നിലവിൽ രാഹുൽ രാജിക്കത്ത് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുലിന് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഈ ആരോപണങ്ങളിൽ എന്താണ് പറയാനുള്ളത് എന്നത് വിശദീകരിക്കാൻ രാഹുലിന് ഒരു അവസരം പാർട്ടി നൽകുകയാണ്. അങ്ങനെ രാഹുൽ അടൂരിലെ വീട്ടിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തി ഈ ഉയർന്ന ആരോപണങ്ങളെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം രാഹുൽ നടത്തും. അതിന് അധികം വൈകില്ല. അവിടെ വാർത്താ സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അഭിലാൽ പത്തനംതിട്ടയിൽ ആ വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ഉണ്ട്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളും അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് ലഭ്യമാകും. എന്തായാലും നിലവിൽ രാഹുൽ ഇത്തരമൊരു ആരോപണങ്ങളിൽ പെട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു പലതും. അപ്പോഴൊക്കെയും പേരെടുത്തു പറഞ്ഞും പറയാതെയുമായിരുന്നു ഈ ആരോപണങ്ങൾ സമൂഹ മാധ്യമത്തിൽ അടക്കം പ്രചരിച്ചിരുന്നത്. എന്തുകൊണ്ട് പേര് തുറന്നു പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഇന്ന് ഈ ആരോപണത്തിന് കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നു. പേര് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇതിൽ ഷാഫി പറമ്പിലടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു, എന്നിട്ടും ഇക്കാര്യങ്ങൾ പുറത്തേക്ക് പോയില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഇന്ന് പൊതുമണ്ഡലത്തിലേക്ക് വന്നത്. തുടർന്നാണ് ഈ സംഭവങ്ങളൊക്കെയും ഉണ്ടായിരിക്കുന്നത്. ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഈ കാര്യങ്ങളെ എങ്ങനെയായിരിക്കും പാർട്ടി ഇനി മുന്നോട്ട് കൈകാര്യം ചെയ്യുക? പാർട്ടി എത്രത്തോളം പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമായിരിക്കുന്നു? നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുലുമായി മുന്നോട്ട് പോകുന്നത് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ചും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകർ മുതലിങ്ങ് സംസ്ഥാന ദേശീയ നേതൃത്വത്തിലുള്ള ആളുകൾ വരെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. ഇന്ന് നമ്മൾ കണ്ടതാണ് KC വേണുഗോപാലും സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് കടന്നുപോയത് എന്ന്. കാരണം അവർക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ചോദ്യങ്ങളിൽ മറുപടി പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടുകയാണ് എന്ന് പറയുമ്പോൾ പോലും വലിയ ബുദ്ധിമുട്ടിയാണ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. കാരണം ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം പോലെ പോലുമല്ല. അഴിമതി ആരോപണം ഗൗരവം കുറഞ്ഞ വിഷയമാണെന്നല്ല, പക്ഷേ അതുപോലത്തെ ഒരു വിഷയം പോലുമല്ല. ഒരാളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമല്ല. കുറേ അധികം ആളുകൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തി രംഗത്തേക്ക് വരുന്നു. പലവിധത്തിലുള്ള ചാറ്റുകൾ വരുന്നു, ഓഡിയോ സന്ദേശങ്ങൾ വരുന്നു. അതിൽ അതീവ ഗൗരവമുള്ള വിഷയങ്ങളടക്കം ഈ ഓഡിയോ സന്ദേശത്തിൽ അടക്കമുണ്ട്. ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ചില സന്ദേശങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിധത്തിലും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി. നിരീക്ഷിച്ചാൽ ഈ ആരോപണങ്ങൾ വന്നത് മുതൽ സമൂഹ മാധ്യമത്തിൽ ഈ ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങൾ പലരും പാടി നടന്ന സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പഴയതുപോലെ ആക്റ്റീവായി നമ്മൾ കണ്ടില്ല. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊതു സമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിലും, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിലും അങ്ങനെ സജീവമായി കണ്ടില്ല. അന്ന് മുതൽ വീണ്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാവും, ഇതിന്റെ തുടർച്ചയായി പലതും പുറത്തേക്ക് വരും എന്ന് നേരത്തെ കൂട്ടി ഒരു ധാരണ ഉണ്ടായിരുന്നത് പോലെ. അതുകൊണ്ടാണ് ഈ പേര് പുറത്തേക്ക് വന്ന ആ നിമിഷം യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലും ഇത്തരത്തിൽ വലിയ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. വനിതാ നേതാവ് സ്നേഹ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. സ്നേഹ എന്ന് പറയുന്ന സംസ്ഥാന ഭാരവാഹിയാണ് അക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. നിലവിൽ രാഹുലുമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, പാർട്ടി പൊതുസമൂഹത്തിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് സ്നേഹയുടെ ആദ്യ പ്രതികരണം, പരസ്യ പ്രതികരണം ഉണ്ടാകുന്നു. മാധ്യമങ്ങൾ അത് വാർത്തയാകുന്നു. തൊട്ടു പിന്നാലെ ജിൻഡോ ജോണിനെ പോലെ കോൺഗ്രസിന്റെ മുഖമായി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും സമാനമായി തന്നെയുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഒരാളെയുമായി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ സ്ഥാനത്തിരുത്തി മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ല എന്നുള്ള കാര്യം കടുത്ത ഭാഷയിൽ ജിൻഡോ തുറന്നു പറയുന്നു. തൊട്ടു
പിന്നാലെയാണ് നമുക്കൊരു വിവരം വരുന്നത്. രമേശ് ചെന്നിത്തലയെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്ന ഒരാൾ, മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷൻ, അങ്ങനെയുള്ള ഒരാൾ രാഹുലുമായി തുടർന്നു പോകാൻ കഴിയില്ല എന്നും രാഹുലിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വെക്കുന്നു. ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ട്. ദീപാദാസ് മുൻഷിയുമായി ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ രമേശ് ചെന്നിത്തല അടക്കം രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. തൊട്ടു പിന്നാലെ ഇത്രയും കാലം രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുലിനെ കൈവിടുകയാണ്. എത്ര ഉന്നതനായാലും നടപടിയെടുക്കും, ഏത് ജനപ്രതിനിധിയായാലും നടപടിയെടുക്കുമെന്ന് പറയേണ്ട. അതിലേക്ക് മടങ്ങി വരാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ളൊരു നീക്കത്തിലാണ്. പത്തനംതിട്ടയിലെ വീട്ടിൽ നമ്മുടെ പ്രതിനിധി CK അഭിലാൽ അവിടെ ഉണ്ട്. ഇനി കുറച്ച് സമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.